നമസ്കാരം. ടാരോട്ട് സ്പിരിച്വൽ ഹീലിംഗിലേക്ക് എല്ലാവർക്കും സ്വാഗതം. അപ്പോൾ നമ്മൾ ഇന്ന് നോക്കുന്നത് നിങ്ങളുടെ പേഴ്സന്റെ കറന്റ് എനർജി എന്താണെന്നുള്ളതാണ്. ഇതൊരു ജനറൽ റീഡിംഗ് ആണ്, ജനറൽസ് ആണ്. നിങ്ങൾ എപ്പോഴാണോ ഈ റീഡിംഗ് കാണുന്നത് അപ്പോൾ മുതലാണ് നിങ്ങൾക്ക് ഇത് വാലിഡ് ആയി തുടങ്ങുന്നത്. അതുപോലെ ഈ റീഡിംഗിൽ നിങ്ങൾക്ക് റെസനേറ്റ് ആവുന്ന കാര്യങ്ങൾ നിങ്ങൾ എടുക്കുക, അല്ലാത്ത കാര്യങ്ങൾ നിങ്ങൾ വിട്ടുകളയാം. അതുപോലെ ലവേഴ്സ് ആയിക്കോട്ടെ, എസ്റ്റമാറ്റിൽ അഫെയറുള്ള ആളുകളായിക്കോട്ടെ, എല്ലാവർക്കും ഈ റീഡിംഗ് എടുക്കാവുന്നതാണ്. നിങ്ങൾക്ക് പേഴ്സണൽ റീഡിംഗ് ആവശ്യമുണ്ടെങ്കിൽ മുകളിൽ കൊടുക്കുന്ന വാട്സ്ആപ്പ് നമ്പറിൽ കോൺടാക്ട് ചെയ്യാവുന്നതാണ് കേട്ടോ. അപ്പോൾ പോസിറ്റീവ് മൈൻഡ് സെറ്റോട് കൂടി ഇരുന്നിട്ട് റീഡിംഗ് കാണാം. ടു ഓഫ് കപ്സ് എനർജിയാണ് വന്നിട്ടുള്ളത്. അതായത് നിങ്ങൾ തമ്മിൽ ഒരു പാസ്റ്റ് ലൈഫ് കണക്ഷൻ ഉണ്ട് എന്നുള്ളതാണ്. അതായത് ഒരു സോൾ കണക്ഷൻ ഉള്ള ആളുകളാണ്. മുൻജന്മത്തിൽ നിങ്ങൾ തമ്മിൽ കണക്റ്റഡ് ആയിരുന്നു എന്നാണ് കാണിക്കുന്നത്. അങ്ങനെ ഒരു റിലേഷനിൽ നിന്നിരുന്ന ഒരു സോൾ ഈ ഒരു ലൈഫിൽ നിങ്ങളുടെ പാർട്ട്ണറായിട്ട് അല്ലെങ്കിൽ നിങ്ങൾ തമ്മിൽ ഒന്നിച്ചതായിട്ടാണ് കാണുന്നത്. അപ്പൊ അത്രയും ഡെപ്തിലുള്ള, അത്രയും ഇന്റൻസ് ആയിട്ടുള്ള ഒരു സ്നേഹബന്ധമാണ് ഇവിടെ കാണിക്കുന്നത് കേട്ടോ. പക്ഷെ ചിലർക്ക് ഇങ്ങനെ സോൾ കണക്ഷൻ വരുന്നത് പാസ്റ്റിൽ നിങ്ങൾ തമ്മിൽ എന്തെങ്കിലും ഒരു കർമ്മ ബാക്കി നിൽക്കുന്നുണ്ടെങ്കിലും ഇങ്ങനെയുള്ള കണക്ഷൻസ് വരാട്ടോ. അപ്പൊ അങ്ങനെ വരുമ്പോഴും നിങ്ങൾക്ക് നിങ്ങളുടെ പേഴ്സൺ നിങ്ങളെ വേദനിപ്പിച്ചാലും ആ ഒരു റിലേഷനിൽ നിങ്ങൾക്ക് നിൽക്കാനുള്ള ഒരു ടെൻഡൻസി ഉണ്ടാവും. ഇയാളെ വിട്ടു പോകാൻ പറ്റില്ല. കംപ്ലീറ്റ് ആയിട്ട് ആ ഒരു പേഴ്സണെ അഡിക്റ്റഡ് ആയിട്ടായിരിക്കും, നിങ്ങൾ ഇമോഷണലി അഡിക്റ്റഡ് ആയിട്ടായിരിക്കും ആ ഒരു റിലേഷനിൽ നിങ്ങൾ നിൽക്കുന്നുണ്ടാവുക. അപ്പൊ അങ്ങനെ ഒരു കണക്ഷൻ ആയിട്ട് കാണുന്നുണ്ട്. പക്ഷെ ഇത് ഇവിടെ നമുക്ക് അങ്ങനെയുള്ള കണക്ഷൻസ് ഉണ്ടാവാറുണ്ട്. പക്ഷെ ഇത് ഇവിടെ ഒരു കർമ്മ ഇവിടെ കാണിക്കുന്നില്ല. ഇവിടെ നിങ്ങൾ തമ്മിലുള്ളത് അത്രയും സ്ട്രോങ് ആയിട്ടുള്ള ഒരു ഇമോഷണൽ ബോണ്ടിങ്ങും സ്നേഹം തന്നെയാണെന്നാണ് കാണിക്കുന്നത് കേട്ടോ. അപ്പം പാസ്റ്റ് ലൈഫിലെ റിലേഷൻസ് മാത്രമല്ല, ഈ ലൈഫിലും നിങ്ങൾക്ക് നിങ്ങളോട് ചേർന്ന് നിൽക്കുന്ന, നിങ്ങൾ തമ്മിൽ ഒരുപാട് കാലം സ്നേഹത്തോടെ ഇരുന്ന റിലേഷൻസ് ആണെങ്കിൽ എങ്ങനെയാണ് നിങ്ങൾക്ക് പിന്നീട് ആ ഒരു പേഴ്സൺ നിങ്ങളെ വിട്ടുപോകുമ്പോഴോ നിങ്ങളിൽ നിന്ന് അകന്ന് നിൽക്കുമ്പോഴോ ഒക്കെ അവരെ നിങ്ങൾക്ക് ഇല്ലാതാക്കണമെന്നോ അല്ലെങ്കിൽ ആ പേഴ്സണെ നശിക്കണമെന്നോ അല്ലെങ്കിൽ അവർ നന്നാവരുതെന്നോ ഒക്കെ ചിന്തിക്കുന്ന ആളുകളുണ്ട്. ഞാൻ ഒരുപാട് കമൻസ് കാണാറുണ്ട്. അങ്ങനെയൊക്കെ ചിന്തിക്കുന്ന ആളുകൾ, അല്ലെങ്കിൽ അവൻ നശിച്ചു പോകണം അല്ലെങ്കിൽ അവൾ നശിച്ചു പോകണം. എനിക്ക് ഇന്നലെ തന്നെ ഒരു മെസ്സേജ് വന്നിട്ടുണ്ടായിരുന്നു. വൈഫുമായിട്ട് 26 വർഷം റിലേഷനിൽ ഇരുന്ന ഹസ്ബൻഡ് ആൻഡ് വൈഫാണ്. എന്നിട്ട് ആൾക്കിപ്പം വൈഫ് ഇപ്പോൾ കുറച്ച് മാറി നിൽക്കുകയാണ്, പിണങ്ങി നിൽക്കുകയാണ്. അപ്പോൾ ആൾ തിരിച്ചു വരാൻ വേണ്ടിയിട്ട് ആൾ ശ്രമിക്കുന്നുണ്ട്, പക്ഷെ തിരിച്ചു വരുന്നില്ല. അപ്പോൾ വരാത്തതിന് ഇനിയും തിരിച്ചു വരാൻ തയ്യാറല്ലെങ്കിൽ ഞാൻ അവളെ കൊല്ലും എന്നാണ് മെസ്സേജ്. ഞാൻ അപ്പോഴേ അത് ബ്ലോക്ക് ചെയ്ത് വിട്ടു. കാരണം അങ്ങനെ ഒരു മൈൻഡ് സെറ്റുള്ള ഒരാൾക്ക് ഒരിക്കലും, അയാൾ ഇത്രയും കാലം ആ ഒരാളെ സ്നേഹിച്ചിട്ടില്ല. ഇവരുടെ സ്വാർത്ഥമായിട്ടുള്ള ചിന്തയ്ക്ക് അനുസരിച്ച് അല്ലെങ്കിൽ ഇയാളുടെ സെൽഫിഷ് ആയിട്ടുള്ള കാര്യങ്ങൾക്ക് വേണ്ടി ആ ഒരു ലേഡി 26 വർഷം യൂസ് ചെയ്തു എന്നേ പറയാൻ പറ്റുള്ളൂ. ആ ഒരാളോട് ഒരു നിമിഷമെങ്കിലും ഈ ഒരു 26 വർഷത്തിനിടയ്ക്ക് ഒരു ദിവസമെങ്കിലും സ്നേഹം തോന്നിയിട്ടുണ്ടെങ്കിൽ അയാളെ കൊല്ലണം എന്നുള്ളൊരു ചിന്ത വരുമോ? ഇല്ലല്ലോ. അപ്പോൾ അങ്ങനെ ആളുകൾ, അതായത് സ്വന്തം സെൽഫിഷ് ആയിട്ടുള്ള താല്പര്യത്തിന് വേണ്ടിയിട്ട്, അതായത് സ്വന്തം ഇഷ്ടത്തിന് വേണ്ടിയിട്ട്, ആ ഒരു ഇഷ്ടത്തിനനുസരിച്ച് ഈ പേഴ്സൺ നിൽക്കാതാവുമ്പോൾ ഒരുപാട് ചിലപ്പോൾ സഹിച്ചായിരിക്കും അവർ മാറി നിൽക്കുന്നുണ്ടാവുക. സഹിച്ച് 26 വർഷം അവർ സഹിച്ചിട്ടുണ്ടെങ്കിൽ ഇങ്ങനെ ഒരു മൈൻഡ് സെറ്റുള്ള ഒരാളെ 26 വർഷം സഹിക്കാന്ന് പറഞ്ഞാൽ അവർക്ക് വല്ല അവാർഡും കൊടുക്കണം. അപ്പം അങ്ങനെയുള്ള ഒരാൾ ഒന്ന് മാറി നിന്നപ്പം അവരെ കൊല്ലണം എന്നുള്ള ടെൻഡൻസിയാണ് ഒരാൾക്ക് വന്നിട്ടുള്ളത്. അങ്ങനെയുള്ള ആളുകൾക്ക് നമ്മൾ എന്ത് പറഞ്ഞു കൊടുത്തിട്ടും കാര്യമില്ല. അവരൊരിക്കലും നന്നാവില്ല. ഇപ്പോൾ കുടം കമിഴ്ത്തി വെച്ച് വെള്ളം ഒഴിക്കുന്ന പോലെ ആയിരിക്കും അങ്ങനെയുള്ള ആളുകളോട് സംസാരിച്ചാൽ ഉണ്ടാവുന്ന ഒരു സിറ്റുവേഷൻ എന്ന് പറയുന്നത്. അപ്പോൾ അങ്ങനെയുള്ള ആളുകളെ ഞാൻ ഒരിക്കലും ആക്സെപ്റ്റ് പോലും ചെയ്യില്ല. അങ്ങനെ ഒരു മെസ്സേജ് വന്നാൽ അപ്പോൾ ആ ഒരു നമ്പർ ബ്ലോക്ക് ചെയ്യും. ഒരിക്കലും അങ്ങനെയുള്ള ആളുകൾക്ക് ഒരു കൺസൾട്ടേഷൻ കൊടുക്കാൻ പറ്റില്ല. കാരണം നമ്മളുടെ അടുത്ത് കൺസൾട്ടേഷന് വരുന്ന ആളുകൾ കുറച്ചെങ്കിലും ഒരു സ്പിരിച്വൽ കാര്യങ്ങളിലോട്ട് കണക്റ്റഡ് ആവുന്ന, അല്ലെങ്കിൽ ഒരു ഉറുമ്പിനെ പോലും നോവിക്കാൻ പറ്റാത്ത ആളുകൾക്ക് മാത്രമേ കാര്യങ്ങൾ പറഞ്ഞാൽ മനസ്സിലാവുള്ളൂ. അല്ലാതെ മറ്റൊരാളെ കൊല്ലണമെന്നോ അല്ലെങ്കിൽ മറ്റൊരാൾക്ക് ഉപദ്രവം വരണമെന്നോ ആഗ്രഹിക്കുന്ന ആളുകൾക്കൊന്നും നല്ലത് പറഞ്ഞു കൊടുത്തിട്ട് ഒരു കാര്യമില്ല. അപ്പം അതിന് വേണ്ടിയിട്ട് എൻ്റെ സമയം, എൻ്റെ എനർജി കളയാൻ ഞാൻ ഇഷ്ടപ്പെടുന്നുമില്ല. അപ്പം അങ്ങനെയുള്ള ടെൻഡൻസി ഉള്ള ആളുകൾ നിങ്ങളിലുണ്ടെങ്കിൽ ആരും എന്നെ കോണ്ടാക്ട് ചെയ്യാതിരിക്കുന്നതാണ് നല്ലത്. ഓക്കെ, ഞാൻ അങ്ങനെയുള്ള ആളുകൾക്കൊന്നും റീഡിങ് എടുക്കുകയോ അല്ലെങ്കിൽ അവരെ ഗൈഡ് ചെയ്യുകയോ ഒന്നും ഞാൻ ചെയ്യില്ല. അത് ചെയ്തിട്ട് കാര്യമില്ല. അത് എൻ്റെ സമയം, എൻ്റെ എനർജിയും വേസ്റ്റ് ചെയ്യുക എന്നുള്ളതല്ലാതെ ഒരു കാര്യമില്ല. നിങ്ങളുടെ ലൈഫിൽ നിന്ന് ഒരാൾ പോകുന്നുണ്ടെങ്കിൽ, നിങ്ങളിൽ നിന്ന് ഒരാളെ നഷ്ടപ്പെടുന്നുണ്ടെങ്കിൽ നിങ്ങളിലും പ്രശ്നങ്ങൾ ഉണ്ടാവും. നിങ്ങൾ ആ ഒരാളോട് ഡീൽ ചെയ്യുന്ന രീതിയിൽ പ്രശ്നങ്ങൾ ഉണ്ടാവും.
നിങ്ങൾ നല്ല രീതിയിലായിരിക്കില്ല. ചിലപ്പോൾ നിങ്ങളുടെ സ്വഭാവം എന്താണെന്ന് നിങ്ങളും കൂടി ഒന്ന് വിശകലനം ചെയ്യണം. ഞാൻ എന്താണെന്ന് നിങ്ങൾ തന്നെ തിരിച്ചറിയണം, നിങ്ങൾ എന്താണെന്നുള്ളത്. നിങ്ങളുടെ ഏതെങ്കിലും പെരുമാറ്റം നിങ്ങൾ തന്നെ സ്വയം വിലയിരുത്തണം. ഞാൻ ഇങ്ങനെ പെരുമാറുന്നത് എന്നോട് ആണ്, ആ പേഴ്സൺ എന്നോട് തിരിച്ചാണ് പെരുമാറുന്നതെന്നുണ്ടെങ്കിൽ എനിക്കത് വേദനിക്കോ, എനിക്കത് ഇഷ്ടം ഇല്ലാണ്ടാവോ, എനിക്കതൊരു ഇഷ്ടക്കേടായിട്ട് തോന്നുമോ എന്നുള്ളത് നമ്മൾ സ്വയം വിലയിരുത്തണം. അല്ലാതെ ഓപ്പോസിറ്റ് നിൽക്കുന്ന ആൾ നമ്മളെ വേദനിപ്പിക്കുന്നു എന്ന് മാത്രം കരുതിയിട്ട് കാര്യമില്ല. നമ്മളുടെ ഭാഗത്തും മിസ്റ്റേക്സ് ഉണ്ടാവാം. അപ്പോൾ അത് മനസ്സിലാക്കിയിട്ട് വേണം നമ്മൾ എന്താ പറയുക, റിലേഷൻ നിൽക്കാൻ വേണ്ടിയിട്ട്. ഒരാളോട് സ്നേഹത്തോടെ അല്ലെങ്കിൽ ആ ഒരു റെസ്പെക്റ്റോടെ നിൽക്കുവാണ്, അല്ലെങ്കിൽ നിങ്ങൾക്ക് മറ്റൊരാൾ തരേണ്ട സ്നേഹവും പരിഗണനയും എങ്ങനെയാണെന്ന് നിങ്ങൾക്ക് ഒരു ധാരണ ഉണ്ടെങ്കിൽ അതുപോലെ നിങ്ങൾക്ക് മറ്റൊരാളെ ട്രീറ്റ് ചെയ്യാൻ പറ്റും. അല്ലാതെ ഇത് നിങ്ങൾക്ക് മാത്രം ഇങ്ങോട്ട് മാത്രമേ എല്ലാം കിട്ടണം, അങ്ങോട്ട് നിങ്ങൾ നിങ്ങളുടെ ഇഷ്ടത്തിന് മാത്രമേ പെരുമാറുള്ളൂ എന്ന് പറഞ്ഞാൽ എങ്ങനെ ശരിയാവും? ഓക്കെ, അപ്പോൾ നിങ്ങൾ ആദ്യം നിങ്ങളെ സ്നേഹിക്കാൻ ശ്രമിക്കുക, നിങ്ങളുടെ നെഗറ്റീവ് എന്താണെന്ന് കണ്ടെത്തുക, എന്നിട്ട് മാത്രം നിങ്ങൾ മറ്റൊരാളെ സ്നേഹിക്കാൻ പോയിട്ട് കാര്യമുള്ളൂ. അല്ലെങ്കിൽ ഒരു കാര്യമില്ല. നിങ്ങളുടെ സമയം വേസ്റ്റ് ആവുക എന്നുള്ളതല്ലാതെ, മറ്റൊരാളിൽ നിന്ന് സ്നേഹം കിട്ടാത്തതിന് കരഞ്ഞുകൊണ്ടിരിക്കുക ഉള്ളതല്ലാതെ ഒരു കാര്യമില്ല. ഓക്കെ, അപ്പോൾ നമുക്ക് അടുത്ത കാർഡ് നോക്കട്ടെ. ദ സ്റ്റാർ കാർഡാണ്. ഈ റിലേഷനിൽ ഒരു പോസിറ്റീവായിട്ടുള്ള ചേഞ്ച് വരുന്നതായിട്ടാണ്. നിങ്ങൾ ഈ റിലേഷനെ പോസിറ്റീവായിട്ട് മാനിഫെസ്റ്റ് ചെയ്യുന്നുണ്ട് എന്നുള്ളതാണ് കാണിക്കുന്നത്. അങ്ങനെ മാനിഫെസ്റ്റ് ചെയ്യുന്നത് കൊണ്ട് തന്നെ നിങ്ങളുടെ ലൈഫിൽ ഒരു പോസിറ്റീവായിട്ടുള്ള ചേഞ്ച് വരാൻ സാധ്യതയുള്ളതായിട്ട് കാണുന്നുണ്ട്. അങ്ങനെ ആ ഒരു മാനിഫെസ്റ്റേഷൻ സക്സസ്ഫുൾ ആയി മാറുന്നതായിട്ടാണ് കാണുന്നത് കേട്ടോ. 9 ഓഫ് സോഴ്സ് എനർജിയാണ്. ഇവിടെ നിങ്ങളുടെ പേഴ്സണ് നിങ്ങളിൽ നിന്ന് മാറി നിൽക്കുന്നതിൻ്റെ വിഷമം ഭയങ്കരമായിട്ടുണ്ട്. അവർ നിങ്ങളെ മിസ് ചെയ്യുന്നുണ്ട് എന്നുള്ളതാണ്. മിസ് ചെയ്യുന്നു എന്ന് മാത്രമല്ല, അവരത്രയും ടെൻസ്ഡ് ആണ്. അവർക്ക് നിങ്ങളിൽ നിന്ന് അകന്ന് നിൽക്കുന്നതിൻ്റെ വിഷമം, ഈ റിലേഷൻ ഇനി കംപ്ലീറ്റ് ആയിട്ട് മുന്നോട്ട് കൊണ്ടുപോകാൻ പറ്റില്ല എന്നുള്ള വേദന, ഓവർ തിങ്ക് ചെയ്യുന്നുണ്ട് അവർ. ഈ റിലേഷനിൽ അവരുടെ ഭാഗത്ത് എന്തെങ്കിലും പ്രശ്നങ്ങൾ ഉണ്ടായിട്ടാണോ ഇതിങ്ങനെ ആവുന്നതെന്നുള്ള ഒരു കൺഫ്യൂഷൻ അവർക്കുണ്ട്. ഇത് മുന്നോട്ട് കൊണ്ടുപോയാൽ, അതായത് ഒരു ഫ്യൂച്ചറിസ്റ്റിക് ആയിട്ട് ഈ റിലേഷനെ എടുത്താൽ ഫ്യൂച്ചറിൽ നിങ്ങൾ തമ്മിൽ ഇഷ്യൂസ് ഉണ്ടാവോ, നല്ല രീതിയിൽ ഈ കണക്ഷൻ മുന്നോട്ട് പോവില്ലേ എന്നുള്ള ടെൻഷൻ നിങ്ങളുടെ പേഴ്സണുള്ളതായിട്ട് കാണുന്നുണ്ട്. 3 ഓഫ് സോഴ്സ് എനർജിയാണ്. ഈ റിലേഷനിൽ ഒരു സ്ട്രോങ് ആയിട്ടുള്ള ഡിസിഷൻ എടുക്കണം എന്ന് അവർ ചിന്തിക്കുന്നതായിട്ട് കാണുന്നുണ്ട്. ഒരു സ്ട്രോങ് ഡിസിഷൻ എടുത്ത് ഈ റിലേഷനുമായിട്ട് മുന്നോട്ട് പോകണം. ഈ റിലേഷന്റെ കാര്യത്തിൽ ഒരു കൺഫ്യൂഷൻ ഈ പാടില്ല എന്ന് അവർ ചിന്തിക്കുന്നുണ്ട് കേട്ടോ. എപ്പോഴും ഈ റിലേഷനിൽ ഒരു കൺഫ്യൂഷനാണ് വരുന്നത്, മുന്നോട്ട് പോകണോ വേണ്ടയോ എന്നുള്ളത്. അപ്പോൾ ഇനി എന്തായാലും ഒരു സ്ട്രോങ് ഡിസിഷൻ എടുത്ത് ഈ റിലേഷൻ മുന്നോട്ട് കൊണ്ടുപോകാനാണ് അവർ ആഗ്രഹിക്കുന്നത്. ഈ റിലേഷനിൽ ഇനി ഒരു കൺഫ്യൂഷന്റെ കാര്യമില്ല എന്നാണ് അവർ ചിന്തിക്കുന്നത് എന്നുള്ളതാണ്. കിങ് ഓഫ് പെന്റിക്കിൾസ് എനർജിയാണ്. ഇവിടെ നിങ്ങളുടെ പേഴ്സൺ ഫിനാൻഷ്യലി ഉള്ള കാര്യങ്ങളോട്ട് അല്ലെങ്കിൽ അവരുടെ കരിയർ റിലേറ്റഡ് ആയിട്ടുള്ള കാര്യങ്ങളോട്ട് കൂടുതൽ ഫോക്കസ്ഡ് ആവുന്നുണ്ട് എന്നുള്ളതാണ്. അപ്പം അവർക്ക് ഈ റിലേഷന്റെ കാര്യത്തിൽ സത്യം പറഞ്ഞാൽ ടെൻഷൻ ഉണ്ട്. ഇതിലൊരു കമ്മിറ്റ്മെന്റ് കൊണ്ടുവരണം എന്ന് അവർ ആഗ്രഹിക്കുന്നുണ്ട്. അതിനവർക്ക് കുറച്ചുകൂടി അവരുടെ കരിയർ ഗ്രോത്ത് അല്ലെങ്കിൽ ഫിനാൻഷ്യൽ സ്റ്റെബിലിറ്റി ആവശ്യമാണ്. അപ്പോൾ അതിലോട്ട് കൂടി അവർ കൂടുതൽ ഫോക്കസ് കൊടുക്കുന്നുണ്ട്. ചിലപ്പോൾ അതുകൊണ്ടായിരിക്കാം നിങ്ങൾക്ക് നിങ്ങളോട് കൂടുതൽ കണക്റ്റഡ് ആയിട്ട് ഇരിക്കാൻ പറ്റാത്ത പ്രശ്നങ്ങൾ ഉണ്ടാവാം. അതുകൊണ്ടായിരിക്കാം നിങ്ങൾ തമ്മിൽ ഇങ്ങനെ ഒരു സെപ്പറേഷൻ വന്നിട്ടുണ്ടാവാം. എന്തായാലും നിങ്ങളുടെ പേഴ്സണ് നിങ്ങൾ അവരുടെ ലൈഫിൽ കമ്മിറ്റഡ് ആയിട്ട് വേണം, ഒരു കമ്മിറ്റ്മെന്റ് നിങ്ങളുമായിട്ട് വേണം, ഒരു സ്ട്രോങ് ഡിസിഷൻ ഈ റിലേഷനിൽ എടുക്കണം എന്നുള്ളൊരു തീരുമാനത്തിലോട്ട് മാറിയതായിട്ടാണ് കാണുന്നത്. അതിന്റെ റീസൺ നിങ്ങൾ തമ്മിൽ ഇപ്പോൾ അകന്ന് നിൽക്കുന്നതാണ്. നിങ്ങളില്ലാതെ പറ്റില്ല എന്നുള്ള ആ ഒരു റിയലൈസേഷൻ അവർക്ക് വന്നതുകൊണ്ടാണ് അങ്ങനെ ഒരു തീരുമാനത്തിലോട്ട് നിങ്ങളുടെ പേഴ്സൺ മാറിയിട്ടുള്ളത് എന്നാണ് കാണിക്കുന്നത്. 4 ഓഫ് പെന്റിക്കിൾസ് എനർജിയാണ്. അവരുടെ ഇമോഷൻസ് ഹൈഡ് ചെയ്യുന്നതായിട്ടാണ് കാണുന്നത്. അവർക്ക് നിങ്ങളോടുള്ള സ്നേഹവും താല്പര്യമൊക്കെ അവർ പലപ്പോഴും ഹൈഡ് ചെയ്യാറുണ്ടായിരുന്നു, അല്ലെങ്കിൽ അവരുടെ ആ ഒരു ഇമോഷൻസ് അവർ എക്സ്പ്രസ് ചെയ്യാറുണ്ടായിരുന്നില്ല എന്നുള്ളതാണ്. പക്ഷേ മുന്നോട്ട് അവരത് എക്സ്പ്രസ് ചെയ്യണം. അവരത് ചെയ്യാതിരുന്നതാണ് റിലേഷനിൽ പ്രശ്നങ്ങളായി മാറിയിട്ടുള്ളത് എന്നുള്ളത് അവർ റിയലൈസ് ചെയ്യുന്നുണ്ട്. അപ്പോൾ ഇനി ഈ റിലേഷനിൽ മുന്നോട്ട് പോകുമ്പം ആളുടെ ഭാഗത്തുനിന്ന് ചേഞ്ചസ് വരണം, അല്ലെങ്കിൽ ആളായിട്ട് ഈ റിലേഷനിൽ മാറ്റങ്ങൾ കൊണ്ടുവരണം എന്നുള്ളൊരു ചിന്ത നിങ്ങളുടെ പേഴ്സൺ ഉണ്ട് എന്നാണ് കാണിക്കുന്നത് കേട്ടോ. അപ്പോൾ നമുക്ക് കുറച്ച് മെസ്സേജ് കാർഡ് നോക്കാം. ബിഗ് ഹാപ്പി ചേഞ്ചസ് എന്നാണ് കാണിക്കുന്നത്. അതായത് നിങ്ങളുടെ ലൈഫിൽ സന്തോഷകരമായിട്ടുള്ള ചേഞ്ചസ് വരാൻ പോകുന്നു, ഹാപ്പി ചേഞ്ചസ് വരാൻ വേണ്ടി പോകുന്നു എന്നുള്ളതാണ്. ഇതുവരെ ഉണ്ടായിട്ടുള്ള ആ ഒരു സാഡായിട്ട് വിഷമിച്ചിരിക്കുന്ന സിറ്റുവേഷനിൽ നിന്നൊക്കെ നിങ്ങൾക്ക് പുറത്തു വരാൻ വേണ്ടി പറ്റുമെന്നാണ് കാണിക്കുന്നത്.
ദർ ഈസ് സംതിങ് ബെറ്റർ എന്നാണ്. ബെറ്റർ ആയിട്ടുള്ള സിറ്റുവേഷനിലോട്ട് നിങ്ങളുടെ ലൈഫ് മാറാൻ വേണ്ടി പോകുന്നു എന്നുള്ളതാണ്. ഇപ്പൊ നേരത്തെ നമ്മൾ എടുത്ത അതേ ഒരു മീനിങ് തന്നെയാണ് വരുന്നത്. നിങ്ങളും നിങ്ങളുടെ പേഴ്സണുമായിട്ടുള്ള റിലേഷനിൽ കൂടുതൽ ഒരു ഹാപ്പിനെസ് വരാൻ വേണ്ടി പോകുന്നു. ഇതുവരെ നിങ്ങൾ തമ്മിൽ അകന്നാണ് നിന്നിട്ടുണ്ടായിരുന്നെന്നുണ്ടെങ്കിൽ നിങ്ങളുടെ റിലേഷൻ കൂടുതൽ സ്ട്രെങ്തൻ ആവാൻ വേണ്ടി പോകുന്നു എന്നുള്ളതാണ് കേട്ടോ. അപ്പൊ നമുക്ക് കുറച്ച് ക്ലൂസ് കൂടി നോക്കാം. മെയ്, തൃശൂർ, ലെറ്റർ ഇ, തൃക്കേട്ട, ജൂലൈ, അശ്വതി, ഇടുക്കി, ലെറ്റർ സി, ലെറ്റർ വി, 1996, അനീഴം, ലെറ്റർ എൻ. അപ്പോൾ നിങ്ങൾക്ക് ഈ ഒരു റീഡിങ് ഇഷ്ടമായെന്ന് വിചാരിക്കുന്നു. താങ്ക് യു.